ബോർഡർ ഗവാസ്കർ ട്രോഫി കൈവിടേണ്ടി വരുന്ന അവസ്ഥയിലാണ് ടീം ഇന്ത്യ ഇപ്പോൾ. മെൽബണിൽ നടന്ന 4ാം ടെസ്റ്റിലും തോറ്റതോടെ കങ്കാരുപ്പട ട്രോഫിക്കുമേൽ ഒരു കൈവച്ചിരിക്കുകയാണ്. സിഡ്നിയിൽ ഈ ആഴ്ച തുടങ്ങാനിരിക്കുന്ന 5ാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ സമനില വഴങ്ങിയാലും ഇനി ഓസീസിന് ട്രോഫി നേടാം. അങ്ങനെ വന്നാൽ 2015 ശേഷം ഓസീസിൻ്റെ ആദ്യ ബോർഡർ ഗവാസ്കർ ട്രോഫി നേട്ടം കൂടിയായിരിക്കും ഇത്. 340 റൺസിൻ്റെ വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയ ഇന്ത്യക്ക് നൽകിയത്. പൊരുതാൻ പോലുമാവാതെ രോഹിത് ശർമ്മയും സംഘവും വീഴുകയായിരുന്നു. വെറും 155 റൺസിനാണ് ഇന്ത്യ കൂടാരം കയറിയത്. ഓസീസ് ടീം 184 റൺസിൻ്റെ വിജയം നേടുകയും ചെയ്തു. ഈ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആശ്വസിക്കാൻ വക നൽകുന്നത് വെറും 3 പേരുടെ പ്രകടനം മാത്രമാണ്. ബാറ്റിംഗിൽ യശസ്വി ജയ്സ്വാളും നിതീഷ് കുമാർ റെഡ്ഡിയും തിളങ്ങിയപ്പോൾ ബൗളിംഗിൽ ജസ്പ്രീത് ബുംറയുടെ ഒറ്റയാൾ പോരാട്ടവും കണ്ടു. ഈ ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിലെ കോമ്പിനേഷനിൽ തന്നെ പിഴവുണ്ടായിരുന്നു. ശുഭ്മാൻ ഗില്ലിനെ പ്ലേയിങ് 11-ൽ നിന്ന് ഒഴിവാക്കിയ ഇന്ത്യ പകരം KL രാഹുലിനെ ഓപ്പണിംഗിൽ നിന്നും 3ാം നമ്പറിലേക്ക് ഇറക്കിയിരുന്നു. ഫോമില്ലാതെ വലയുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഓപ്പണിംഗിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. കഴിഞ്ഞ 2 ടെസ്റ്റുകളിലും ഓപ്പണിംഗിൽ തിളങ്ങിയ രാഹുലിനെ ഈ റോളിൽ നിന്നും മാറ്റിയത് വലിയ മണ്ടത്തരം തന്നെയാണ്. 3ാം നമ്പറിൽ ശുഭ്മാൻ ഗില്ലിനെ നിലനിർത്തേണ്ടതും അത്യാവശ്യമായിരുന്നു. ബൗളിംഗ് കോമ്പിനേഷൻ്റെ കാര്യത്തിലും ഇന്ത്യ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. പേസർമാരെ തുണയ്ക്കുന്ന മെൽബണിലെ പിച്ചിൽ 2 സ്പിന്നർമാരെ ഇന്ത്യ കളിപ്പിച്ചത് വിചിത്രമായ തീരുമാനമായിരുന്നു. രവീന്ദ്ര ജഡേജയെ മാത്രമേ ഇന്ത്യക്ക് ആവശ്യമായിരുന്നുള്ളൂ. ഇന്ത്യൻ പരാജയത്തിൻ്റെ 2ാമത്തെ കാരണം ബാറ്റർമാർ ഉത്തരവാദിത്വത്തോടെ കളിക്കാൻ തയ്യാറായില്ല എന്നതാണ്. കരിയറിലെ ആദ്യത്തെ ഓസ്ട്രേലിയൻ പര്യടനം കളിക്കുന്ന യശസ്വി ജയ്സ്വാളും നിതീഷ് റെഡ്ഡിയും കാണിച്ച അത്രയും പോലും പോരാട്ടവീര്യമോ ഉത്തരവാദിത്വമോ ടീമിലെ സീനിയർ താരങ്ങൾ കാണിച്ചില്ല. പ്രത്യേകിച്ചും വിരാട് കോഹ്ലിയും ഋഷഭ് പന്തുമെല്ലാം തീർത്തും അലക്ഷ്യമായ ഷോട്ടുകൾ കളിച്ചാണ് 2 ഇന്നിംഗ്സിലും പുറത്തായത്. ഓസീസ് ബൗളിങ്ങിൻ്റെ മികവിനേക്കാൾ ഉപരി ഇന്ത്യൻ ബാറ്റർമാരുടെ അശ്രദ്ധയാണ് അവർക്ക് പലപ്പോഴും വിക്കറ്റ് സമ്മാനിച്ചത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്കും ടീമിനെ പ്രചോദിപ്പിക്കാൻ സാധിച്ചില്ല. 2 ഇന്നിംഗ്സിലും ബാറ്റിംഗിൽ അദ്ദേഹം തികഞ്ഞ പരാജയമായിരുന്നു. നായകൻ എന്ന നിലയിലും രോഹിതിൻ്റെ ഭാഗത്തുനിന്നും ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ താരങ്ങൾ ഫീൽഡിങ്ങിൽ വരുത്തിയ പിഴവുകളും തോൽവിക്ക് കാരണമായി. നിരവധി ക്യാച്ചുകളാണ് 2 ഇന്നിംഗ്സുകളിലുമായി ഇന്ത്യൻ താരങ്ങളുടെ കയ്യിൽ നിന്നും ചോർന്നത്. ഓസ്ട്രേലിയക്കെതിരെ കരുത്തരായ എതിരാളികൾക്കെതിരെ ചെറിയ അവസരങ്ങൾ പോലും ഇന്ത്യ മുതലാക്കേണ്ടതായിരുന്നു. ഇവിടെയാണ് നിരവധി ക്യാച്ചുകൾ താഴെയിട്ട് ഇന്ത്യൻ താരങ്ങൾ അവരെ സഹായിച്ചത്. 2ാം ഇന്നിംഗ്സിൽ 6-91 ഒതുങ്ങിയ ഓസീസിനെ 234 റൺസ് വരെ എത്തിച്ചത് ഫീൽഡിങ്ങിലെ ഈ പിഴവുകളായിരുന്നു.